നമ്മൾ ഇവിടെ എത്താൻ കാരണം ഈ കർഷകരാണ്. ഇവിടേക്ക് പുറത്തുനിന്ന് നൂറുകണക്കിന് ആളുകളെ എത്തിച്ച, നാടിന്റെ പേരും പെരുമയും കാതങ്ങൾക്കപ്പുറം എത്തിച്ച ജാലവിദ്യക്കാർ. നൂറ്റാണ്ടുകാലം മുന്നേ കാർഷിക ഗ്രാമമാണ് ഇടയ്ക്കോട്. കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഭൂപ്രകൃതി. കാലചക്രം തിരിയുന്നതനുസരിച്ച് നാട്ടുകാർ കൃഷിയെയും പതിയെ കൈവിട്ടു. 60 ഏക്കർ നീണ്ട വയൽ തരിശായി. വിരലെണ്ണാവുന്ന പാടങ്ങളിൽ മാത്രം കൃഷിയൊതുങ്ങി. പിരപ്പമൺകാട് ഏല പാടശേഖര സമിതിയിലേക്ക് പുതിയ ഭാരവാഹികളെത്തിയതോടെ നാടിന്റെ കഥ മാറി. 10 ഏക്കറിൽ താഴെ മാത്രമുണ്ടായിരുന്ന കൃഷി 60 ഏക്കറിലേക്കും വ്യാപിപ്പിച്ചു. ഇന്നീ നാട്ടിൽ ഒരു നുള്ളു പാടം പോലും തരിശില്ല. അങ്ങനെ എളുപ്പത്തിൽ കുറേ ആളുകൾ ചേർന്നങ്ങ് കൃഷി ഇറക്കിയതല്ല. പലരുടെ ഉടമസ്ഥതയിലുള്ള പാടത്ത് വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒന്നിച്ചവർ നൂറുമേനി കൊയ്തത്. സ്വന്തമായി കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകി. നിലമുഴുതതും നിലമൊരുക്കിയതും വിത്ത് വിതച്ചതും പാടശേഖര സമിതി. പൊതുഞാറ്റടി നടത്തി എല്ലാവർക്കും ഞാറ് നൽകി. സ്വന്തമായി കൃഷിക്ക് താല്പര്യമില്ലാത്തവരുടെ വയലുകൾ പാടശേഖര സമിതി തന്നെ ഏറ്റെടുത്തു. സ്കൂളുകൾക്കും ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും കൃഷി ചെയ്യാൻ അവസരമൊരുക്കി. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്ത നെല്ല് അരിയാക്കി നിറവ് എന്ന പേരിൽ ബ്രാൻഡും പുറത്തിറക്കി. മൂന്ന് കൊല്ലം മുൻപാണ് ഒരു ചെറിയ നടവഴി മാറി പാടം മുറിച്ച് അതിന് നടുവിലൂടെ ഒരു റോഡുണ്ടായത്. അതിൻ്റെ വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ഈ നാട് സ്വാഗതം ചെയ്തു. മാമമാറ്റിൽ നിന്നുള്ള നീരൊഴുക്ക് നന്നായി നടക്കാത്തതിനാൽ പാടശേഖരത്തിൽ വെള്ളം കയറും. കഴിഞ്ഞ തവണ മഴയും വന്ന് വിരട്ടി നോക്കി. അപ്പോഴേക്കും ചെയ്ത കൃഷി നശിച്ചു പോകുമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന പതിവ് കണ്ണീർ കഥയല്ലിവിടെ. ഇച്ഛാശക്തിയോടെ നാട് അതിനെയും ചെറുത്തു. നഷ്ടമായത് 10% മാത്രം കൃഷി. അങ്ങനെ പറഞ്ഞു തീരാത്തത്ര കഥയുണ്ട് ഈ നാടിന്.